NABH കെയർ ഓഫ് പേഷ്യൻസ് സെക്കൻഡ് ചാപ്റ്റർ. NABH സെക്കൻഡ് ചാപ്റ്റർ കെയർ ഓഫ് പേഷ്യൻസ് 14th സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ് 10ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് 10th ഒബ്ജക്റ്റീവ് എലമെൻറ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഇൻക്ലൂഡ്സ് സർവൈലൻസ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് തിയേറ്റർ എൻവയോൺമെൻ്റ് ആണ്. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ എൻവയോൺമെൻറ്റ് സർവൈലൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഡെയിലി മോണിറ്ററിങ് നമ്മുടെ തിയേറ്ററിനുള്ളിൽ ഉണ്ടാവണം. പ്രഷർ ഡിഫറൻസും ടെമ്പറേച്ചറും കൃത്യമായി ടെസ്റ്റ് ചെയ്യണം. ഒരു പോസിറ്റീവ് പ്രഷർ ഡിഫറൻസ് കീപ്പ് ചെയ്യണം. നെഗറ്റീവ് പ്രഷർ ഡിഫറൻസ് വന്നാൽ പുറത്തുനിന്നുള്ള എയർ അകത്തേക്ക് ഇടിച്ചു കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. പോസിറ്റീവ് പ്രഷർ ഡിഫറൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. 6 മാസത്തിലൊരിക്കലെങ്കിലും എയർ കണ്ടീഷൻ്റെ ഇൻറ്റഗ്രിറ്റി ഓഫ് ഫിൽട്ടേഴ്സ് നമ്മൾ മോണിറ്റർ ചെയ്ത് ഉറപ്പുവരുത്തണം. NABH കൃത്യമായും ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു അമെൻമെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ഒരു ഡോക്യുമെൻറ്റേഷനുണ്ട്. നമുക്കൊരു സെപ്പറേറ്റ് സെഷനിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്ന എയർ കണ്ടീഷണറും ശരിക്കും നമ്മുടെ തിയേറ്ററിനുള്ളിലെ എയർ ഫ്ലോയും അണുവിമുക്തമായിരിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അതൊരു വിശദമായി പഠിക്കേണ്ട വിഷയമായതുകൊണ്ട് അത് സെപ്പറേറ്റ് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ ഈ ഒരു അവസാനത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് ഓഫ് ദിസ് സ്റ്റാൻഡേർഡ് says that the quality assurance program includes surveillance of the operation theatre environment എന്നാണ്. അത് ഡോക്യുമെന്റ് ചെയ്യണമെന്നും അവിടെ പറയുന്നുണ്ട്. അത് ഡോക്യുമെന്റഡ് ആയിരിക്കണം. എന്ത് ചെയ്യണം, എങ്ങനെ, കാരണം ഇതൊരു പീരിയോഡിക് ആയിട്ട് ഡെയിലി മോണിറ്ററിംഗ് ഉണ്ട്. 6 മാസത്തിലൊരിക്കൽ മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് വന്ന് പോകുന്ന മാനേജേഴ്സ് മാറുന്ന അനുസരിച്ച് മാറേണ്ടതല്ല. നമ്മുടെ ഓർഗനൈസേഷന് കൃത്യമായും NABH തന്നിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് തന്നെ കീപ്പ് ചെയ്യേണ്ടതാണ്. ഇതോടുകൂടി നമ്മുടെ സർജറി ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞെന്ന് ആണ് വിശ്വസിക്കുന്നത്. 10 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ ഈ ഒരു 10ാമത്തെ ഇതും ജെയും അച്ചീവ്മെൻ്റ് ആണ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് മതി. ഓക്കെ.